വാഗമണ്ണിലെ കുളിര് കോരുന്ന ഒരു സായം സന്ധ്യയിൽ പുളിങ്കട്ടയിലുള്ള വീട്ടിലേക്ക് ഞങ്ങൾ കുറച്ചു പേർ അതിഥിയായി എത്തിച്ചേർന്നു. അന്ന് രാത്രിയിൽ ആ വീട്ടിലേക്ക് കടന്നു വന്ന മറ്റൊരു കുഞ്ഞൻ അതിഥിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെ അധികമാരും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഈ കുഞ്ഞൻ്റെ സ്വരം നമുക്കെല്ലാവർക്കും പരിചിതവുമാണ്. ഇത് എന്താണെന്ന് മനസ്സിലായവർ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. 1 മിനിറ്റ് അതിനായി സമയം തരാം. ഏവർക്കും മീരൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. സുതാര്യമായ 4 ചിറകുകളും ഇരുണ്ട നിറവുമുള്ള ശരീരവും മനോഹരമായ നേത്രങ്ങളും ഇവയ്ക്കുണ്ട്. ഏകദേശം 2 സെൻറ്റിമീറ്റർ മുതൽ 5 സെൻറ്റിമീറ്റർ വരെയാണ് ഇവയുടെ വലിപ്പം. ഈ കുഞ്ഞൻ ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇതാണ് ചീവീട്. വിവിധ ഇനത്തിലുള്ള ചീവീടുകളുണ്ട്. ചീവീടുകളുടെ പ്രധാന ഭക്ഷണം മരനീരുകളാണ്. ധാരാളം മരങ്ങളുള്ള തോട്ടത്തിൽ ആയിരക്കണക്കിന് ചീവീടുകൾ ഉണ്ടായിരിക്കും. അരിമണിയോട് സാമ്യമുള്ള 100 കണക്കിന് മുട്ടകളിടും. ഏകദേശം 6 ആഴ്ചയാണ് മുട്ട വിരിയാനുള്ള സമയം. അതിനുശേഷം അവ നിംഫായി മണ്ണിലേക്ക് വീഴും. കുറച്ചു കാലം പിന്നെ മണ്ണിനകത്താണ്. അതിനുശേഷം പുറത്തു വരുന്ന അവ മരത്തിൽ പറ്റിക്കയറി തോടുകൾക്കിടയിൽ താമസിക്കും. ഇതിനിടയിൽ അവയുടെ പുറം തോടുകൾ നഷ്ടപ്പെടുന്നു. മണ്ണിൽ വസിക്കുന്ന കാലം വ്യത്യസ്തമാണെങ്കിലും മിക്കവാറും ചീവീടുകളും മണ്ണിൽ നിന്ന് പുറത്തു വന്നാൽ ജീവിത കാലയളവ് കുറയും. ഏകദേശം 6 ആഴ്ച മാത്രമേ പിന്നീട് ജീവിക്കുകയുള്ളൂ. ചീവീടുകളുടെ ശബ്ദം പ്രസിദ്ധമാണ്. പ്രത്യേക ഒരു താളമാണതിനുള്ളത്. ചീവീടിൻ്റെ ഉദരത്തിന് താഴെയുള്ള ടിമ്പൽ എന്ന ഭാഗം കൊണ്ടാണ് ചീവീടുകൾ ശബ്ദം ഉണ്ടാക്കുന്നത്. ആൺ ചീവീടുകൾ മാത്രമേ ശബ്ദം ഉണ്ടാക്കാറുള്ളൂ. പെൺ ചീവീടുകൾ നിശബ്ദ ജീവികളാണ്. അപകട സൂചനയും ഇണയെ ആകർഷിപ്പിക്കുകയുമാണ് ഈ ചീവീടുകളുടെ ശബ്ദത്തിൻ്റെ ലക്ഷ്യം. ശബ്ദം കേട്ട് അടുത്തു ചെന്നാൽ ചീവീടുകൾ നിശബ്ദരാകും. ചീവീടിനെക്കുറിച്ചും അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതുപുത്തൻ വീഡിയോകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.